الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما أموالكم وأولادكم فتنة والله عنده أجر عظيم ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും അനന്തരം നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യർക്ക് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹങ്ങളാണ് സന്താനങ്ങൾ, അതല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അവധിക്കാലത്തേക്ക് പ്രവേശിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ മക്കളുള്ളത്. സന്താനങ്ങളുടെ തർബിയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്ന സന്ദർഭമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവധിക്കാലം എന്ന് പറയുന്നത്. നമ്മുടെ മക്കളുടെ തർബിയത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഖുതുബ. അള്ളാഹു പറയാനും കേൾക്കാനും ഉചിതമായ നിലപാടുകൾ ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സൂറത്തു തഗാബുൻ 15-ാം വചനമാണ് തുടക്കത്തിൽ നാം പാരായണം ചെയ്തത്. സന്താനങ്ങളുടെ ശിക്ഷണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അവരുടെ തർബിയത്തിനും പരിപാലനത്തിനും വേണ്ടത്ര സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അത് വലിയ അപകടം ചെയ്യും എന്നല്ലാഹു ഞാൻ ഓതിവെച്ച വചനത്തിലൂടെ നമ്മെ ഉണർത്തുകയാണ്, അതല്ലെങ്കിൽ രക്ഷിതാക്കളെ ഉണർത്തുകയാണ്. അള്ളാഹു പറയാൻ, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും അതുപോലെ തന്നെ നിശ്ചയം നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹു പടച്ചതമ്പുരാന്റെ അടുക്കലുള്ളതാണ് വലിയ പ്രതിഫലം. അതുകൊണ്ട് ദുനിയാവ് നിങ്ങളെ വഞ്ചിതരാക്കാൻ പാടില്ല. സന്താനങ്ങളോടെ കരുതലോടെ അതോടൊപ്പം സ്നേഹത്തോടെ ഇടപഴകാൻ നിങ്ങൾക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ഈ സമ്പത്തിലൂടെയും സന്താനങ്ങളിലൂടെയും അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയാണ് എന്ന ബോധത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ്. നിശ്ചയം പരീക്ഷണം മാത്രമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, നിശ്ചയം അല്ലാഹു തആല അള്ളാഹുവിൻ്റെ അടുക്കലാണ്, അവൻ്റെ അടുക്കൽ മാത്രമാണ് വലിയ പ്രതിഫലമുള്ളത് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് ബോധ്യമാവണം, നിങ്ങൾ മനസ്സിലാക്കണമെന്ന് അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഖുർആൻ വ്യാഖ്യാതാവായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ചില സ്വഹാബിമാർ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മദീനയിലേക്ക് ഹിജ്റ ചെയ്യാൻ, പലായനം ചെയ്യാൻ ഉദ്ദേശിച്ചു. എന്നാൽ അവരുടെ ഭാര്യമാരും സന്താനങ്ങളും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ഈ സ്വഹാബിമാരെ മദീനയിലേക്ക് ഹിജ്റ ചെയ്യുന്നതിൽ നിന്ന് വിലക്കി. അവരുടെ വാപ്പാരെ അവരെ വിലക്കി, അവരുടെ രക്ഷിതാക്കളെ അവരെ വിലക്കി, അതുപോലെ അവരുടെ ഭർത്താക്കന്മാരെ അവരെ വിലക്കി, ഭാര്യമാർ ഭർത്താക്കന്മാരെ വിലക്കി. മക്കളും ഭാര്യമാരൊന്നും ഇസ്ലാം സ്വീകരിക്കാത്ത ഒരു സന്ദർഭത്തിൽ ആ മക്കളും ഭാര്യമാരും അവരുടെ രക്ഷിതാക്കളോട്, ഭർത്താക്കന്മാരോട് പറഞ്ഞു, അങ്ങനെ ഒരു ത്യാഗത്തിന് മുതിരേണ്ടതില്ല. അവരുടെ സമ്മർദ്ദത്തിന് വിധേയരായിക്കൊണ്ട് ദീർഘകാലം കഴിഞ്ഞാണ്
മദീനയിലേക്ക് എത്തിപ്പെടാൻ, ഹിജറ ചെയ്ത് എത്തിപ്പെടാൻ ഈ ആളുകൾക്ക് സാധ്യമായത് എന്നുള്ളതാണ്. അങ്ങനെ ഈ സ്വഹാബിമാര് ഹിജറ വൈകിപ്പോയി സ്വഹാബിമാര് മദീനയിലേക്ക് എത്തിയപ്പോ പ്രവാചകന്റെ കൂടെ നേരത്തെ ഹിജറ ചെയ്ത സ്വഹാബിമാർ അവർ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ പകർത്തി വലിയ പണ്ഡിതന്മാരായി അവർ മാറിയിരുന്നു എന്നുള്ളതാണ്. നേരത്തെ ഹിജറ ചെയ്ത ആളുകൾ വലിയ പണ്ഡിതന്മാരായി മാറി. പ്രവാചകനിൽ നിന്ന് ധാരാളം പഠിച്ചും പകർത്തിയും വലിയ പണ്ഡിതന്മാരായിട്ട് നേരത്തെ ഹിജറ ചെയ്ത ആളുകൾ മാറി. അപ്പോൾ വൈകി ഹിജറ ചെയ്ത ആളുകൾ, അവരുടെ മക്കളുടെയും ഭാര്യമാരുടെയും സമ്മർദ്ദത്തിന് വിധേയരായി ഹിജറ വൈകിപ്പോയ ആളുകൾ, അവർക്ക് വലിയ ഖേദം, വലിയ പ്രയാസം. ഈ ഒരു ഖേദം മുൻനിർത്തിക്കൊണ്ടാണ്, അതല്ലെങ്കിൽ അവരുടെ മാനസികമായ വ്യതയെ മുൻനിർത്തിക്കൊണ്ടാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു തഗാബുൻ 15-ാം വചനം അല്ലാഹു പറയാണ്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണം മാത്രമാണ്. നിങ്ങൾ ഓർക്കണം, അവരോട് നിങ്ങൾ കരുതലോടെ സ്നേഹത്തോടെ ഇടപഴകണം. പക്ഷേ പരീക്ഷണമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണമെന്ന് അല്ലാഹു ഉണർത്തുകയാണ്. ആ വചനം ഒരു വചനം മാത്രമല്ല, അതിൻ്റെ മുമ്പുള്ള വചനങ്ങൾ കൂടി ചേർത്ത് നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു പറയാൻ, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാദിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാദിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും, നിശ്ചയം നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഇണകളിലും നിങ്ങൾക്ക് എതിരാളികളുണ്ട്. ഫഹ്ദറൂഹും, അതുകൊണ്ട് അവരോട് നിങ്ങൾ കരുതലോടുകൂടി ഇടപെടണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് കരുതലുണ്ടാവണം എന്ന് പറഞ്ഞാൽ എന്താ? അവരെതിരാളികളാണ് എന്ന് കരുതി അവരോട് യുദ്ധം ചെയ്ത് അവരവരുടെ വഴിക്ക് വിടുക എന്നുള്ളതല്ല. അങ്ങനെ ഇടപഴകാനല്ല പറഞ്ഞത്. അവരെ വിശ്വാസത്തിലും നന്മയിലും ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം എന്ന് വെച്ച് അവരോട് ഒരു വിരോധമായിട്ട് നിങ്ങളുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവാനും പാടില്ല. അവരോട് വിരോധം വെച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ നിങ്ങൾ പാടില്ല. അവർ നിങ്ങളുടെ എതിരാളികളാണ്, ശത്രുക്കളാണ് എന്നുള്ള ഒരു നിലപാടിലല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. മറിച്ച് വിശാലമായിട്ടുള്ള നിലപാട് തന്നെ, അതോടൊപ്പം കരുതലോടുകൂടെയുള്ള നിലപാടോടുകൂടി, പരീക്ഷണമാണ് മക്കൾ എന്നുള്ള ബോധ്യത്തോടുകൂടി മുന്നോട്ട് പോകണം. അല്ലാഹു പറയാണ്, വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, തുടർന്നുള്ള വചനമാണ്. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, അവരോട് വിശാലമായ നിലപാട് നിങ്ങൾ കൈകൊണ്ടാൽ, അവർക്ക് നിങ്ങൾ പുറത്തു കൊടുക്കുകയാണെങ്കിൽ, നിങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയാണെങ്കിൽ, ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, നിശ്ചയം അല്ലാഹു തആല എല്ലാ തെറ്റുകളും പുറത്തു തരുന്നവനാണ്, കരുണാവാരിധിയാണ്. നിങ്ങളുടെ മക്കളാണ്, മക്കളുടെ അടുക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു, അതിന്റെ പേരിൽ എന്നും വിരോധം കൊണ്ട് നടക്കണ്ട. വിശാലമായ നിലപാട് കൈകൊള്ളിൻ. കാരണം അല്ലാഹു തആല എല്ലാം പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണ്. അതിനുശേഷമാണ് അല്ലാഹു തആല നാം തുടക്കത്തിൽ ഓതി വെച്ച സൂറത്തു തഗാബുനിലെ 15-ാമത്തെ വചനം, 15-ാമത്തെ വചനത്തിന്റെ മുമ്പുള്ള കാര്യങ്ങളാണ് ഇതുവരെ പറഞ്ഞത്. തുടർന്നാണ് 15-ാം വചനത്തിലേക്ക് അല്ലാഹു വരുന്നത്. അല്ലാഹു പറയാണ്, ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിശ്ചയം നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും പരീക്ഷണമാണ്, പരീക്ഷണം മാത്രമാണ്. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, അല്ലാഹു തആലാന്റെ അടുക്കലാണ് വലിയ പ്രതിഫലമുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണേ എന്ന് അല്ലാഹു തആല നമ്മെ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ മക്കൾ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചുകൊണ്ട് പുതിയൊരു വേനൽ അവധിയിലേക്ക് അവർ പ്രവേശിച്ചിരിക്കുകയാണ്. പരീക്ഷയെല്ലാം കഴിഞ്ഞു. ഈ കാലത്ത് രക്ഷാകർതൃത്വ മേഖലയിൽ, പാരന്റിങ്ങിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നമുക്ക് സാധിക്കണം. എല്ലാ വർഷവും നമ്മളൊരു ബോധവൽക്കരണം വേനലവധിക്കാലത്ത് നടത്താറുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിശദാംശങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ് ഈ ആഴ്ചയിലേക്ക് വൈകിപ്പോയത്. ഏതായാലും അത് നിസ്സാരമായ വിഷയമല്ല, നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന വിഷയവും. വേനലവധിയെ എങ്ങനെ നമ്മൾ പാരന്റിങ്ങിൽ പ്രയോജനപ്പെടുത്തണം, രക്ഷാകർതൃത്വമാവുന്ന സാമൂഹികവും അതോടൊപ്പം ദീനീപരവുമായ ദൗത്യം നിർവഹിക്കുന്നതിൽ കൃത്യമായും പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നമ്മൾ ശിക്ഷണം എന്ന് പറഞ്ഞാൽ അടിക്കുക, ശിക്ഷിക്കുക എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. തർബിയ എന്നാണ് അതിൻ്റെ അറബി പദം. വിദ്യാഭ്യാസത്തിന് അറബി ഭാഷയിൽ അത്തർബിയത്തു വത്തഅലീം എന്നാണ് പറയാം. വെറുതെ പഠിപ്പിക്കാൻ മാത്രമല്ല. നമ്മൾ അറബ് ലോകങ്ങളിലൊക്കെ സഞ്ചരിച്ച ആളുകൾ ഉണ്ടെങ്കിൽ അവർക്കറിയാം, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പറയാറുള്ളത് ഖിസ്മു തർബിയത്തി വത്തഅലീം, അതല്ലെങ്കിൽ വിസാറത്തു തർബിയത്തി വത്തഅലീം എന്നാണ്. തർബിയത്തുണ്ട്, ശിക്ഷണമാണ്. മക്കളെ സ്കൂളിലാണെങ്കിലും മദ്രസയിലാണെങ്കിലും അവർക്ക് ലഭിക്കുന്നത് കേവല വിദ്യാഭ്യാസമല്ല, അതല്ലെങ്കിൽ ശിക്ഷയുമല്ല, മറിച്ച് ശിക്ഷണമാണ്, തർബിയത്താണ്.
മക്കളുടെ മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ട് അവരെ വളർത്തുവാൻ, അവരെ പരിപാലിക്കുവാൻ, അവർക്ക് തർബിയത്ത് നൽകുവാൻ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും എല്ലാം സാധ്യമാവണം. അധ്യാപകരുടെ ആ ഒരു പ്രവർത്തിക്ക് 2 മാസക്കാലത്തേക്ക് അവധി നൽകി നമ്മുടെ കയ്യിലേക്ക് പൂർണ്ണമായ അമാനത്തായിട്ട് നമ്മുടെ മക്കൾ ലഭിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സൈക്കോളജി, അവരുടെ മനോഗതി മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഇടപഴകാൻ നമുക്ക് സാധ്യമാവണം. സഹോദരങ്ങളെ, സഹോദരിമാരെ, 2010 മുതൽ 2024 വരെ, അതല്ലെങ്കിൽ 2026 വരെ ജനിച്ച ജനറേഷൻ ആൽഫയാണ് നമ്മുടെ ഏറ്റവും പുതിയ തലമുറ. ഏറ്റവും പുതിയ തലമുറയെ ആൽഫ ജനറേഷൻ എന്നാണ് വിളിക്കുന്നത്. ടെക്നോളജിയുടെ, വിശേഷിച്ചും സാമൂഹ്യ മാധ്യമങ്ങളുടെ ലോകത്താണ് അവർ പിറന്നു വീണത് തന്നെ. അപ്പോൾ നമ്മുടെ മക്കളൊക്കെ എവിടെയാ ജനിച്ചത് എന്ന് ചോദിച്ചാൽ അവർ ടെക്നോളജിയിലാണ്. അവർ ജനിച്ച് അവർ അത്യാവശ്യമൊക്കെ ഒരു ഉണർവിലേക്ക് വരുമ്പോൾ, ഒരു ബോധത്തിലേക്ക് വരുമ്പോൾ കാണുന്നത് വാപ്പ ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, ഉമ്മയും മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അടുക്കളയിലാണെങ്കിലും മൊബൈലിൽ എന്തൊക്കെയോ കേട്ടുകൊണ്ടിരിക്കുന്നു, വാപ്പയും ഓരോ പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസും ചെയ്തുകൊണ്ടിരിക്കും. നല്ലതാവാം, നല്ല കാര്യങ്ങളാവാം, ആവട്ടെ. ഏതായാലും ഇതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ അവർ ഒരു പ്രായമാവുമ്പോൾ അത് കൊടുക്കണം എന്നല്ല, പക്ഷെ അത് കൊടുക്കുന്നുണ്ടല്ലോ. കുഞ്ഞുങ്ങൾ ചെറിയ രീതിയിലും ചിലയിടങ്ങളിൽ വലിയ രീതിയിലും ഒക്കെ ആയിട്ട് കുഞ്ഞുങ്ങൾ തന്നെ ഇത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ വിവര സാങ്കേതിക വിദ്യയുടെ, വിശേഷിച്ചും നവസാമൂഹിക മാധ്യമങ്ങളുടെ ഒരു ലോകത്തേക്കാണ് നമ്മുടെ സന്താനങ്ങൾ പിറന്നു വീണത് തന്നെ, ആൽഫ തലമുറ പിറന്നു വീണത് തന്നെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളിൽ പരമ്പരാഗതമായി നമുക്കുള്ള മനോഗതിയിൽ നിന്ന് വ്യത്യസ്തമായ മനോഗതിയുള്ളവരാണ് ആൽഫ തലമുറ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവർ മോശമാണ് എന്നതിന് അർത്ഥമാക്കേണ്ടതില്ല. നമ്മുടെ ഈ പുതിയ തലമുറയൊന്നും ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് നമുക്ക് ഒരു നിലക്കും വിലയിരുത്താൻ കഴിയില്ല. നമുക്കൊന്നുമില്ലാത്ത ഒരുപാട് നന്മകൾ, ഒരുപാട് സാമൂഹിക മൂല്യങ്ങൾ, അതേതൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ മക്കളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ, പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്കൊന്നുമില്ലാത്ത ഒരുപാട് നന്മകൾ നമ്മുടെ മക്കൾക്കുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പരമ്പരാഗതമായിട്ട് നമ്മൾ വെച്ച് പുലർത്തുന്ന നിലപാടുകളിൽ നിന്നും, നമ്മുടെ മനോഗതിയിൽ നിന്നും വ്യത്യസ്തമായ നിലപാടുകളും നമ്മുടെ മക്കൾക്കുണ്ട്, വ്യത്യസ്തമായ രീതികളും നമ്മുടെ മക്കൾക്കുണ്ട് എന്നുള്ളതാണ്. മെച്ചപ്പെട്ട കാര്യങ്ങളുമുണ്ട്, വ്യത്യസ്തമായ കാര്യങ്ങളുമുണ്ട്. നിലവിൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 1/4, 1/4 14 വയസ്സും അതിൽ താഴെയുള്ളവരും ഉൾപ്പെടുന്ന ആൽഫ തലമുറയും 30% 1997-നും 2012-നും ഇടയിൽ ജനിച്ച ജെൻസി ജനറേഷനുമാണ്. ഇങ്ങനെ 2 ജനറേഷനാണ് കാര്യമായിട്ടുള്ളത് ഈ ലോകത്ത്. ഒന്ന് ആൽഫ തലമുറയും ജെൻസി ജനറേഷൻ. ഈ കൗമാര യൗവന തലമുറയോട് അവരുടെ മനഃശാസ്ത്രം പരിഗണിച്ചുകൊണ്ട് ഇടപഴകാനും അവർക്ക് ശിക്ഷണം നൽകാനും അവരോട് പെരുമാറാനും സാധ്യമാവണം. ഇതാണ് ഖുർആനിക നിലപാട്. ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന. നിന്റെ രക്ഷിതാവിന്റെ വഴിയിലേക്ക് നയപരമായിട്ട് നീ അവരെ ക്ഷണിക്കണം. നല്ല നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ട്, കർക്കശ സ്വഭാവത്തിലല്ല, നയപരമായ സൗമ്യമായ വാക്കുകളോടെ, പരുക്കൻ വാക്കുകളോടെ കൂടെയുള്ള കൽപ്പനകളും നിരോധനങ്ങളുമൊന്നും ഒരു സ്വാധീനവും ഉണ്ടാക്കില്ല, വിശേഷിച്ചും ഈ കാലഘട്ടത്തിലെ മക്കളിൽ. അതുകൊണ്ട് സൗമ്യവും ലളിതവുമായ ശൈലി അവലംബിക്കാനാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിശ്ചയം അല്ലാഹു തആല സൗമ്യനാണ്. അല്ലാഹ് എല്ലാ കാര്യങ്ങളിലും സൗമ്യതയാണ് ഇഷ്ടപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളിലും സൗമ്യതയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ നോക്കിയാൽ വിശുദ്ധ ഖുർആനിൽ വളരെ ഗൗരവപ്പെട്ട ഒരു ഉപദേശം ഒരു പിതാവ് മകന് നൽകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സൂറത്തുൽ ലുഖ്മാനിലാണ്. എന്താണ് ഉപദേശം? ശിർക്ക് ചെയ്യരുത് എന്നാണ് ഉപദേശം. പക്ഷെ ആ പിതാവ് എത്ര സൗമ്യതയോടുകൂടിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും ഗൗരവപ്പെട്ട ഉപദേശം നൽകുന്നത്. നോക്കി നിങ്ങൾ. വഇദ ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. മകനെ നെഞ്ചോട് ചേർത്തി നിർത്തിക്കൊണ്ട് ആ മകനെ ഉപദേശിക്കുകയാണ്. യാ ബുനയ്യ, പൊന്നു മോനെ, ലാ തുശ്രിക് ബില്ലാഹ്. സൗമ്യമാണ് ആ ഉപദേശം. ഏറ്റവും ഗൗരവപ്പെട്ട ഉപദേശമാണ്. ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്, നമുക്കറിയാം. പക്ഷെ ആ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ വേണ്ടി മകനെ ഉപദേശിക്കുമ്പോൾ ഏറ്റവും സൗമ്യമായ ശൈലി. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. പൊന്നുമോനെ, നീ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലദുൽമുൻ അളീം. നിശ്ചയം ശിർക്ക് അത് വലിയ പാതകമാണ്. പക്ഷെ ഉപദേശമോ?
അതിനെതിരെയുള്ള ഉപദേശമോ വളരെ സൗമ്യവും. സഹോദരങ്ങളെ, അങ്ങനെയാവണം ഉപദേശം. വിധിവിലക്കുകൾ ലംഘിക്കുന്ന സന്ദർഭം ഉണ്ടായാൽ ചെറിയ മുന്നറിയിപ്പുകളാവാം, പക്ഷേ അത് ശിക്ഷണത്തിന്റെ ഭാഗമാവണം, അത് ശിക്ഷയാവാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മുറു ഔലാദക്കും ബിസ്വലാത്തി ഇദാ ബലഗു 7 സിനീൻ. 7 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളോട് നിസ്കരിക്കാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. 7 മുതൽ 10 വരെ പറഞ്ഞുകൊണ്ടേയിരിക്കണം മക്കളോട്, നിസ്കരിച്ചോ, നീ ളുഹർ നിസ്കരിച്ചോ, നീ അസ്ർ നിസ്കരിച്ചോ, നീ ഇശാ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. സ്കൂൾ വിട്ടു വന്നു കഴിഞ്ഞാൽ നീ അതൊക്കെ സ്കൂളിൽ വെച്ച് നീ ളുഹർ നിസ്കരിച്ചിരുന്നില്ലേ, ഇനിയിപ്പോ നീ അസ്ർ നിസ്കരിച്ചോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം, കൽപ്പിക്കുക. 7 വയസ്സായാൽ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. വളരിബൂഹും അലൈഹാ ഇദാ ബലഗു 10 സിനീൻ. 10 വയസ്സായി കഴിഞ്ഞാൽ ചെറിയ ശിക്ഷകളൊക്കെ ആകാവുന്നതാണ്. ചെറിയ ശിക്ഷകളാകാവുന്നതാണ് എന്ന് പറഞ്ഞത് ഏത് പ്രായത്തിലാ? 10 വയസ്സിൽ. 10 വയസ്സ് വരെ അതും വേണ്ട എന്നാ. ആ 10 വയസ്സായി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ കിടപ്പറകളിൽ മാറ്റിക്കിടത്തണം. നമ്മുടെ മക്കളും നമ്മുടെ പേരമക്കളും ഒക്കെ അവർക്ക് സ്വതന്ത്രമായ വ്യക്തിത്വമുണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. 10 വയസ്സായി കഴിഞ്ഞാൽ മക്കളെ മാറ്റിക്കിടത്താം. 10 വയസ്സായാലും ചില രക്ഷിതാക്കളൊക്കെ മക്കളെ കൂടെ തന്നെ കിടത്തും. എന്താ അതിന് പ്രശ്നം എന്ന് ചോദിച്ചാൽ, പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ കാര്യപ്പെട്ട പ്രശ്നം, അതല്ലാതെ വേറെ വിഷയങ്ങളൊന്നും ചിന്തിക്കേണ്ട. കാര്യപ്പെട്ട വിഷയം ഇത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്വതന്ത്രമായൊരു വ്യക്തിത്വം ഉണ്ട് എന്നവരെ ബോധ്യപ്പെടുത്തുക. അങ്ങനെ മാറിക്കിടക്കുമ്പോഴാണ് ആ ഒരു ചിന്ത അവരിലേക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമുക്കൊന്നുമില്ലാത്ത ഒരുപാട് കഴിവുകൾ പുതിയ കാലത്തുള്ള നമ്മുടെ മക്കൾക്കുണ്ട്. നമ്മൾ ഈ പറഞ്ഞ ആൽഫ അതല്ലെങ്കിൽ ജെൻസി എന്നൊക്കെ പറയുന്ന ഈ ജനറേഷന് നമുക്കൊന്നുമില്ലാത്ത ഒരുപാട് കഴിവുകളുണ്ട്. ഞാൻ പറയാറുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ ഒരു മൊബൈൽ ഫോൺ, അതിന്റെ ഒരു ആപ്പ് വർക്ക് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ആ മൊബൈൽ ഫോൺ പ്രവർത്തിക്കാത്തൊരവസ്ഥ വന്നാൽ നമ്മൾ കാണിക്കാറുള്ളത് നമ്മുടെ മക്കളെയാണ്. നമ്മുടെ മക്കളുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അവർ പെട്ടെന്ന് അത് റെക്ടിഫൈ ചെയ്തുകൊണ്ട് ശരിയാക്കി നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്ന് തരും എന്നുള്ളതാണ്. കാരണം നമുക്കറിയാത്ത ഒരുപാട് ടെക്നോളജികൾ അവരെവിടെയും പോയി പഠിച്ചതല്ല, പക്ഷേ അവർ അതിൽ തന്നെ പിറന്നു വീണവരാണ് എന്ന നിലയ്ക്ക് അവർക്ക് അതിനെക്കുറിച്ചൊക്കെ നമ്മെക്കാൾ കൂടുതൽ ബോധവൽക്കരണം, അവയർനെസ് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അറിവ് അറിയാതെ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സഹോദരങ്ങൾ ആ മേഖലയിൽ. പക്ഷേ ക്ഷമിക്കാനും അതുപോലെ തന്നെ കുറച്ചുകൂടി ധൈര്യത്തോടു കൂടി മുന്നേറാനുമുള്ള കഴിവ്, കരുത്ത് പഴയ കാലത്തുള്ളതുപോലെ ഇല്ല, ഒട്ടുമില്ല എന്ന് പറഞ്ഞുകൂടാ, ആർക്കുമില്ല എന്നും പറഞ്ഞുകൂടാ. ചില കുട്ടികൾക്കൊക്കെ ഉണ്ടാവും, പക്ഷെ പൊതുവെ പറയുമ്പോൾ കരുത്ത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മഹത്യകൾ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ കഠിനമായ ശൈലിയിൽ ഉപദേശങ്ങളൊക്കെ ആവുമ്പോൾ ഒരുപക്ഷെ ഈ രക്ഷിതാവും മകനും എതിരാളികളാവുന്ന ഒരു അവസ്ഥാവിശേഷം ഖുർആൻ പറഞ്ഞല്ലോ, അവർ നിങ്ങളുടെ എതിരാളികളാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ കരുതലോടുകൂടി അവരോട് ഇടപഴകണം എന്ന് പറയുന്നുണ്ടല്ലോ. അത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ അതിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് നയപരമായ സൗമ്യമായ ശൈലിയിൽ കുട്ടികളെ ഇസ്ലാമിക ജീവിതം പരിശീലിപ്പിക്കുക എന്നതാണ് ശരിയായ രീതി എന്ന് പറയുന്നത്. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ആൽഫ തലമുറയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളോടും നമ്മുടെ പേരമക്കളോടും മനഃശാസ്ത്രപരമായിട്ട് ഇടപഴകുക എന്നുള്ളതാണ്. 2, തർബിയത്തിന്റെ മേഖലയിൽ പരുക്കൻ ശൈലികൾ ഒഴിവാക്കിക്കൊണ്ട് സൗമ്യവും ലളിതവുമായിട്ടുള്ള ശൈലികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. സഹോദരങ്ങളെ, രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം ഉപദേശിക്കുന്ന കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നതാണ് 3ാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു മോഡലായിട്ട് രക്ഷിതാവ്, ഒരു റോൾ മോഡലായിട്ട് രക്ഷിതാവ് നിലനിൽക്കണം അയാളുടെ മകന്റെ മുമ്പിൽ, അയാളുടെ സന്താനത്തിന്റെ മുമ്പിൽ, മകളുടെ മുമ്പിൽ എന്നുള്ളതാണ്. രക്ഷിതാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിസ്കരിക്കാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, പക്ഷെ അയാൾ നിസ്കരിക്കുന്നില്ല, അയാൾ സമയമാവുമ്പോൾ പള്ളിയിൽ പോകുന്നില്ല, നല്ല സ്വഭാവം നല്ല രീതിയിൽ പെരുമാറണമെന്ന് മക്കളെ ഉപദേശിക്കുന്നുണ്ട്, പക്ഷേ വീട്ടിൽ അയാൾ ഉപയോഗിക്കുന്ന വാക്കുകളൊന്നും നല്ല വാക്കുകളല്ല, ഒരു വീട്ടിൽ ഉപയോഗിക്കേണ്ടുന്ന സഭ്യമായ വാക്കുകളല്ല അയാളുടെ വായിൽ നിന്ന് വരുന്നത്. ഒരിക്കലും ഉപദേശം കൊണ്ട് മാത്രം, നമ്മുടെ ഉപദേശം കൊണ്ട് മാത്രം നമ്മുടെ മക്കൾ നന്നാവില്ല എന്നുള്ളതാണ്. ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതിയ മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അലീമു. നീ ചില കാര്യങ്ങളൊക്കെ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നിങ്ങനെ ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും അതൊന്നും നിന്റെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അത് വലിയ അപമാനമാണ് മനുഷ്യ എന്ന് കവി പറയുന്നുണ്ട്. സഹോദരങ്ങൾ, ഉപദേശിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അധ്യാപകരും അങ്ങനെ തന്നെയാണ്. ഒരു അധ്യാപകൻ അയാളുടെ വിദ്യാർത്ഥി എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ഗുരു നിത്യചൈതന്യ യതി എന്ന് പറയുന്ന വലിയൊരു സന്യാസി ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, എങ്ങനെയാണ് തൻ്റെ വിദ്യാർത്ഥിയെ അധ്യാപകൻ കാണേണ്ടത്. അദ്ദേഹം പറയാൻ,
ഒരു അധ്യാപകന് തൻ്റെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥി തൻ്റെ വിദ്യാർത്ഥിയല്ല എന്ന് തോന്നുന്ന ഒരു ഘട്ടമുണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി വിദ്യാലയത്തിൻ്റെ പടിയിറങ്ങണമെന്ന, അതോടുകൂടി അധ്യാപകനാവാനുള്ള യോഗ്യത അയാൾക്ക് നഷ്ടപ്പെട്ടു. തൻ്റെ മുമ്പിലിരിക്കുന്ന കുട്ടി വേറൊരു വീട്ടിൽ പിറന്ന കുട്ടിയായിരിക്കും. പക്ഷെ അങ്ങനെയാവുമ്പോഴും തൻ്റെ മകനാണെന്നുള്ള ഒരു ചിന്തയോടെ ഇടപഴകാൻ സാധിക്കണം. ആ ചിന്ത അയാൾക്കില്ലാതാവുമ്പോൾ അതോടുകൂടി അധ്യാപകനാവാനുള്ള ഒന്നാമത്തെ യോഗ്യത അയാൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് അധ്യാപകരും രക്ഷകർത്താക്കളും ഒക്കെ കഴിവിൻ്റെ പരമാവധി റോൾ മോഡലുകളാവാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്നുണ്ടാവുക എന്നതാണ് മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത്. നാലാമതായിട്ട് എപ്പോഴും മക്കൾക്ക് വേണ്ടി നല്ല നല്ല പ്രാർത്ഥനകൾ ഉണ്ടാവുക. മക്കൾക്കെതിരായിട്ട് ഒന്നും പറയാതിരിക്കുക, വലിയ ശ്രദ്ധ. മക്കൾക്കെതിരെ ശാപപ്രാർത്ഥനകൾ നടത്താതിരിക്കാനുള്ള വലിയ ശ്രദ്ധ. ശാപപ്രാർത്ഥന എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും നമ്മളൊക്കെ ഇപ്പം മക്കൾക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുമോ? അതല്ല വിഷയം. നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും, അതാണ് പ്രാർത്ഥന എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, എപ്പോഴും മക്കൾക്ക് അനുകൂലമായി മാത്രം പറയുക, പ്രാർത്ഥിക്കുക. കാരണം റബ്ബ് തആല മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നിർവഹിക്കുന്ന പ്രാർത്ഥനയെ തട്ടിമാറ്റുകയില്ലെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്താ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ അല്ലാഹു തട്ടിമാറ്റുകയില്ല, ഉത്തരം ചെയ്യുക തന്നെ ചെയ്യും. ലാ ശക്ക ഫീഹിന്ന, സംശയം വേണ്ടേ വേണ്ട. ആ കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചോ. ഏതാണ് ഈ 3 പ്രാർത്ഥനകൾ? ദഅവത്തുൽ വാലിദി അലാ വലദി, മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് അതിൽ ഒന്നാമത്തേത്. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന. വദഅവത്തുൽ മദ്ലൂം, മർദിദന്റെ പ്രാർത്ഥന, യാത്രക്കാരന്റെ പ്രാർത്ഥന. അതിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് പറഞ്ഞത് എന്താ? മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന. സഹോദരങ്ങളെ, ഇബാദുർ റഹ്മാൻ, കരുണാവാരിധിയായ നാഥന്റെ യഥാർത്ഥ ദാസന്മാരുടെ അടയാളം പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അല്ലാഹു പറയാണ് സൂറ അൽ ഫുർഖാനിൽ അല്ലാഹു പറയാണ്, വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. എപ്പോഴും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ, പടച്ച തമ്പുരാനെ ഞങ്ങളുടെ ഇണകളിൽ, പടച്ച റബ്ബേ ഞങ്ങളുടെ സന്താനങ്ങളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് എപ്പോഴും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണവർ. എപ്പോഴും അല്ലാഹുവിനോട് ഇണകൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയും അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരാണ് അല്ലാഹുവിൻ്റെ കരുണാവാരിധിയായ നാഥന്റെ ദാസന്മാർ. കരുണാവാരിധിയായ റബ്ബിന്റെ അടിമകൾ അവരുടെ മക്കൾക്ക് വേണ്ടി പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നവരാണ്. മക്കൾക്കെതിരായിട്ട് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ. കാരണം മക്കൾക്കെതിരായിട്ട് പറഞ്ഞാൽ അതൊരു പക്ഷേ അള്ളാഹു സ്വീകരിച്ചേക്കും എന്നുള്ളതാണ്. ലാ തദ്ഉ അലാ അൻഫുസികും, നിങ്ങൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പാടില്ല. ചില ആൾക്കാർ ദേഷ്യം കൊണ്ട് പറയും ഞാനൊന്നങ്ങ് മരിച്ചുപോയെങ്കിൽ, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ തരണം ചെയ്യാൻ സാധിക്കാതെ സ്വന്തത്തിനെതിരായി നിങ്ങൾ പറയാൻ പാടില്ല. അതുപോലെ വലാ തദ്ഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടില്ല. മക്കൾക്കെതിരായിട്ട് പറയുമ്പോൾ അത് ദേഷ്യം കൊണ്ട് ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. പ്രത്യേകിച്ചും ഈ കാലമാവുമ്പോൾ മക്കളൊക്കെ വീട്ടിൽ ഒരുപാട് വികൃതികളൊക്കെ ഒപ്പിച്ചു വെക്കും. വേനലവധിയാണ്, കൂടുതൽ അവർ നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവരൊരുപാട് വികൃതികൾ ഒപ്പിച്ചു വെക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ചില വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് നമ്മൾ ചിന്തിക്കാതെ നമ്മൾ അറിയാതെ വീഴാൻ പാടില്ല. വീണു കഴിഞ്ഞാൽ റബ്ബത് സ്വീകരിച്ചെങ്കിലോ. കാരണം നിങ്ങൾക്കെതിരെയോ നിങ്ങളുടെ മക്കൾക്കെതിരെയോ പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ പ്രാർത്ഥന ചിലപ്പോൾ ഫലിച്ചേക്കും എന്നുള്ളതാണ്. നമ്മൾ അറിയാതെ, നമ്മൾ പോലും ചിന്തിക്കാതെ അത് ഫലിക്കാനിടയുണ്ട്. അതുകൊണ്ട് ജാഗ്രത പുലർത്തണേ സഹോദരങ്ങളെ. ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യം, 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി പറയുന്ന 5ാമത്തെ കാര്യമാണ്. പക്ഷേ അത് മുൻഗണന കൊണ്ട് ഒന്നാമത് പറയേണ്ട കാര്യമാണ്. 5ാമതായിട്ടാണ് നമ്മൾ പറയുന്നത്. മുൻഗണനാക്രമത്തിൽ ഒന്നാമത് പറയേണ്ടതാണ്. അതായത് കുഞ്ഞിന്റെ ജനനം മുതൽ അള്ളാന്റെ സഹായം ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണം. ജനനാനന്തര ദീനീ ബാധ്യതകൾ നിറവേറ്റുക എന്നുള്ളതാണ്. ജനനാനന്തര ദീനീ ബാധ്യതകൾ എന്തെല്ലാമാണ്? അത് നിറവേറ്റുക. അതിൽപ്പെട്ടതാണ് കുഞ്ഞിന്റെ ചെവികളിൽ ബാങ്കും ഇഖാമത്തും വിളിക്കൽ. മൻ വുലിദ ലഹു മൗലൂദുൻ ഫഅദ്ദന ഫീ ഉദ്നിഹിൽ യുംനാ വഅകാമ ഫീ ഉദ്നിഹിൽ യുസ്റാ. ചില ആളുകൾ അടുത്ത കാലത്ത് ചില അനാവശ്യമായ വസ്വാസുകൾ ഉണ്ടാക്കി ഇതിനെതിരെയൊക്കെ ചില സംസാരങ്ങൾ നടത്തിയ ശ്രദ്ധയിൽപ്പെട്ടു സഹോദരങ്ങളെ. യഥാർത്ഥത്തിൽ ഇതൊക്കെ ദീനിന്റെ ഭാഗം തന്നെയാണ്.
ഇതൊക്കെ ശറഇലുള്ളതും ഇതൊക്കെ കാലങ്ങളായിട്ട് വിശ്വാസികൾ അനുഷ്ഠിച്ചു പോരുന്ന ആദാബുകളുടെ ഭാഗമാണ്. മൻ വുലിദ ലഹു മൗലൂദൻ, ഒരാൾക്കൊരു സന്താനം ജനിച്ചു, ഫഅസ്സന ഫീ ഉദ്നിഹിൽ യുംനാ, ആ സന്താനത്തിന്റെ വലത് ചെവിയിൽ ബാങ്ക് വിളിച്ചു, വഅഖാമ ഫീ ഉദ്നിഹിൽ യുസ്റാ, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും വിളിച്ചു, എങ്കിൽ പിശാച സന്താനത്തെ ഉപദ്രവിക്കില്ല എന്നാണ്. പിശാച സന്താനത്തെ ഉപദ്രവിക്കില്ല എന്നാണ്. അതുപോലെ ഒരുപാട് ജനന മര്യാദകൾ, ജനനഘട്ടത്തിൽ പാലിക്കേണ്ടുന്ന മര്യാദകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅ്താ ബിസ്ബിയാൻ, റസൂലുള്ളാഹിന്റെ അടുക്കൽ കുട്ടികളെ കൊണ്ടുവരും, ഫയദഉ ലഹും, റസൂലുള്ളാഹ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വയുഹന്നികുഹും, ആ കുഞ്ഞുങ്ങൾക്ക് റസൂലുള്ളാഹ് മധുരം നൽകും. ഇതൊക്കെ ജനന മര്യാദകളിൽ പെട്ടതാണ്. ജനനഘട്ടത്തിൽ ആ കുഞ്ഞുങ്ങളുടെ വലത് ചെവിയിൽ ബാങ്കും ഇടത് ചെവിയിൽ ഇഖാമത്തും, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുഞ്ഞുങ്ങൾക്ക് മധുരം നൽകുക, അതുപോലെ കുഞ്ഞുങ്ങൾക്ക് നല്ല പേരിടുക. ഇന്ന മിൻ ഹഖ്ഖിൽ വലദി അലൽ വാലിദി അയ്യുഹ്സിന ഇസ്മഹ്, ഒരു പിതാവിന്റെ ഉത്തരവാദിത്തമാണ് ആ കുഞ്ഞിന്റെ പേര് നന്നാക്കുക, നല്ല പേരിടുക. വയ്യുഹ്സിന അദബ, നല്ല ശിക്ഷണം നൽകുക എന്നുള്ളത്. നല്ല അദബും നല്ല ഇസ്മും നല്ല പേരും നല്ല മര്യാദയും കുഞ്ഞുങ്ങൾക്ക് നൽകുക എന്നുള്ളത് രക്ഷിതാവിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. തുടർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നകും തുദഊന യൗമൽ ഖിയാമത്തി ബിഅസ്മാഇകും വഅസ്മാഇ ആബാഇകും, അന്ത്യദിനത്തിൽ നിങ്ങൾ നിങ്ങളുടെ പേരിലാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ പേരിലാണ് വിളിക്കപ്പെടുന്നത്. ഇന്നാലിന്ന വ്യക്തി ഫുലാൻ ഇബ്നു ഫുലാൻ, ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്നാലിന്ന വ്യക്തിയുടെ മകൻ, ഇന്നാലിന്ന വ്യക്തി, അതാണ് വിളിക്കപ്പെടുന്നത്. അപ്പൊ ആ ഫുലാൻ, അവിടെ ഒരു പേര് വരും, അത് നല്ല പേരാവണം. അതൊന്നുകിൽ പ്രവാചകന്മാരുടെ പേര്, അതല്ലെങ്കിൽ സ്വഹാബിമാരുടെ പേര്. ഇനി എല്ലാവർക്കും പ്രവാചകന്മാരുടെയും സ്വഹാബിമാരുടെയും പേരിടാൻ കഴിയുന്നില്ലെങ്കിൽ പോലും നല്ല അർത്ഥമുള്ള പേരിടുക. അതല്ലാതെ കുറെ വാചക കസർത്ത്, കുറെ വാക്കുകൾ, എന്താണ്, വലിയ കുട്ടിയുടെ പേരിൽ നിന്നൊരു വാക്ക്, രണ്ടാമത്തെ കുട്ടിയുടെ പേരിൽ വേറൊരു വാക്ക്, ഉമ്മയുടെ പേരിൽ നിന്നൊരു വാക്ക്, വാപ്പയുടെ പേരിൽ നിന്നൊരു വാക്ക്, വല്യപ്പയുടെയും വല്യമ്മയുടെയും പേരുകൾ നിന്ന് ഓരോ വാക്കുകൾ, അങ്ങനെയൊക്കെ ഒപ്പിച്ചെടുക്കുമ്പോൾ പലപ്പോഴും പല കുട്ടികളുടെയും പേര് നിരർത്ഥകമായിട്ടോ അതല്ലെങ്കിൽ മോശം അർത്ഥമുള്ള പേരോ ഒക്കെ ആയി മാറുന്നുണ്ട്. അങ്ങനെയുള്ള മോശം അർത്ഥമുള്ള പേരുകളോ അതല്ലെങ്കിൽ ഒരു അർത്ഥവുമില്ലാത്ത പേരുകളോ ആയി നമ്മുടെ മക്കളുടെ പേര് മാറാൻ പാടില്ല. നല്ല പേരിടുക. സമിഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൗമൻ യുസമ്മൂന റജുലൻ മിൻഹും അബ്ദുൽ ഹജർ, ഒരാളെങ്ങനെ ആൾക്കാരെ അബ്ദുൽ ഹജർ എന്ന് വിളിക്കുന്നുണ്ട്. കല്ലിന്റെ അടിമേന്ന് ഒരാളെങ്ങനെ ആളുകൾ വിളിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി ചോദിച്ചു, മസ്മുക്, എന്താ ഇപ്പൊ നിന്നെ വിളിച്ചത്? അയാൾ പറഞ്ഞു, അബ്ദുൽ ഹജർ, കല്ലിന്റെ അടിമ എന്നാണ് എൻ്റെ പേര്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് അവിടെ വെച്ച് തന്നെ തിരുത്തി കൊടുത്തു എന്നാണ്. ലാ അൻത അബ്ദുല്ലാഹ്, നീ അബ്ദുൽ ഹജർ അല്ല, നീ അബ്ദുള്ളയാണ്, നീ അല്ലാഹുവിന്റെ അടിമയാണ്. സഹോദരങ്ങളെ, നല്ല പേരുകൾ തൗഹീദിന്റെ ആശയം ജ്വലിപ്പിക്കുന്ന പേരുകളാവണം, അതല്ലെങ്കിൽ നല്ല ആശയങ്ങൾ ജ്വലിപ്പിക്കുന്ന പേരുകളാവണം നമ്മുടെ മക്കൾക്കുണ്ടാവേണ്ടത്, നമ്മുടെ മക്കൾക്ക് നൽകേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ സാമ്പത്തികമായി വലിയ പ്രയാസമില്ലാത്ത, വലിയ ബുദ്ധിമുട്ടുകളില്ലാത്ത എല്ലാവരും കുഞ്ഞ് ജനിച്ചാലുള്ള സന്തോഷത്തിൽ അഖീഖ നിർവഹിക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹുവിനുള്ള നന്ദി പ്രകാശനമാണ്. തുദ്ബഹുവൻഹു യൗമ സാബിഇഹി, കഴിയുമെങ്കിൽ 7ാമത്തെ ദിവസം, അതല്ലെങ്കിൽ 14നോ 21നോ ഒക്കെ ആവാം, ആ കുഞ്ഞിന് വേണ്ടി അഖീഖ നിർവഹിക്കണം, മറുക്കണം. വയുഹലഖു വയുതസദ്ദഖു, ആ കുഞ്ഞിന്റെ മുടി കളയണം ആ ദിവസം. അതുപോലെ ആ കുഞ്ഞിന് വേണ്ടി ദാനധർമ്മം നിർവഹിക്കണം. വയുതസദ്ദഖു ബിവദ്നി ശഅരിഹി ഫില്ലതൻ, ആ കുഞ്ഞിന്റെ മുടിയുടെ തൂക്കമനുസരിച്ച് വെള്ളി ദാനം ചെയ്യണം. ഔമാ യുആദിലുഹാ, അതല്ലെങ്കിൽ ആ വെള്ളിയുടെ മൂല്യത്തിന് സമാനമായിട്ടുള്ള പണം ദാനം ചെയ്യണം. വയുസമ്മാ, ആ ദിനത്തിൽ പേര് വെക്കുകയും ചെയ്യണം, പേരിടുകയും ചെയ്യണം. കുഞ്ഞിന്റെ ജനനത്തിന്റെ 7ാമത്തെ ദിവസം അതല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ എന്ത് ചെയ്യണം? കുഞ്ഞിന് വേണ്ടി അഖീഖ നിർവഹിക്കുക, മുടി കളയുക. അതുപോലെ വെള്ളിയുടെ തൂക്കം, കുഞ്ഞിന്റെ മുടിയുടെ തൂക്കം അനുസരിച്ച് വെള്ളി ദാനം ചെയ്യുക, അതല്ലെങ്കിൽ ആ വെള്ളിക്ക് സമാനമായിട്ടുള്ള പണം ദാനം ചെയ്യുക. അതുപോലെ കുഞ്ഞിന് നല്ല പേരിടുക. ഇതെല്ലാം തന്നെ ജനന മര്യാദകളിൽപ്പെട്ടതാണ്, ജനിച്ചാൽ നിർവഹിക്കേണ്ടുന്ന ആദാബുകളിൽപ്പെട്ടതാണ്. അതുപോലെ 6ാമതൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്നറിയോ? സന്താനങ്ങൾക്കൊരു ജീവിത വീക്ഷണവും ദീനീബോധവും ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. സന്താനങ്ങൾക്ക് ജീവിത വീക്ഷണം വേണം, ദീനീബോധം വേണം, അതിനാവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. അതൊക്കെ 6ാമതായിട്ടുണ്ടുമ്പോൾ അതിന് എത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ആളുകൾ ചിന്തിക്കണ്ട. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ട് ഈ എണ്ണുമ്പോൾ ഇതിന്റെ ഓർഡർ അനുസരിച്ച് അതിന്റെ പ്രാധാന്യം കുറഞ്ഞു പോകുന്നില്ല. എല്ലാറ്റിനും പ്രാധാന്യമുണ്ട്. ദീനീബോധം, ജീവിത വീക്ഷണമുള്ളവരായി നമ്മുടെ മക്കളെ മാറ്റുക എന്നുള്ളതാണ്. ആധുനിക സാങ്കേതിക വിദ്യ മനുഷ്യനെ ഭോഗാസക്തിയുടേതായിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. നല്ലതും അശ്ലീലവുമായ ധാരാളം കാര്യങ്ങൾ ഇന്റർനെറ്റിലുണ്ട്. മൊബൈലിൽ നിന്നും സ്ക്രീനിൽ നിന്നും കണ്ണെടുക്കാത്ത ജീവിതമാണ് പുതിയ കാലത്തെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ എല്ലാ ആൾക്കാരും. കുറച്ചു നേരമൊക്കെ നിസ്കരിക്കുമ്പോൾ ജുമാക്ക് വരുമ്പോൾ ക്ഷമയോടുകൂടി കുറച്ചു നേരം മൊബൈൽ ഒഴിവാക്കി വെക്കും.
അതല്ലാതെ മിക്ക സന്ദർഭങ്ങളിലും കുറേ ആളുകൾക്ക് അവരുടെ ജോലി തന്നെ മൊബൈലിലാണ്. പിന്നെ അവർക്ക് എങ്ങനെ മൊബൈൽ ഒഴിവാക്കാൻ കഴിയും? അങ്ങനെ സ്ക്രീനിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ് പുതിയ കാലം എന്ന് പറയുന്നത്. ഇവിടെ നല്ലതും ചീത്തയും വേർതിരിച്ചറിയാൻ, ഖൈറും ഷർറും വേർതിരിച്ചറിയാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ശരിയായ വീക്ഷണമുള്ള ആളുകളായിട്ട് നമ്മുടെ മക്കൾ മാറണം എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ പ്രതിനിധിയും അള്ളാഹുവിൻ്റെ മാത്രം അടിമയുമാണ് താനെന്ന ബോധത്തിൽ ജീവിക്കാൻ, അള്ളാഹുവിനുള്ള ഇബാദത്താണ് തൻ്റെ ദൗത്യമെന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധ്യമാവണമെങ്കിൽ അതിനാവശ്യമായ വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചിരിക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഇവിടേക്ക് എത്തുന്നില്ല. ചിലപ്പോൾ ആളുകൾ ഖുർആൻ തന്നെ മനപ്പാടാക്കി കൊടുക്കുന്നുണ്ടാവും, അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടാവും, അനുഷ്ഠാന കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവും, വിധിവിലക്കുകൾ പഠിപ്പിക്കുന്നുണ്ടാവും. പക്ഷെ ഒരു ജീവിത വീക്ഷണം കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക് ഒരു വ്യൂ ഓഫ് ലൈഫ് കിട്ടുന്നില്ല. എന്താണ് ഈ ജീവിതം, എന്തിനാണ് ഈ ജീവിതം, എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഈ ജീവിതത്തിലെ എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക, ആ ബോധം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുക. അതിനേക്കാൾ നല്ലൊരു സമ്മാനവും നാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നില്ല. മാ നഹല വാലിദുൻ വലദൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബൻ ഹസനിൻ. നല്ല മര്യാദ, നല്ല ജീവിത വീക്ഷണമുള്ളവരാക്കി നമ്മുടെ മക്കളെ നമ്മൾ മാറ്റിയെടുക്കുന്നതിനേക്കാൾ വലിയൊരു സമ്മാനവും നാം നമ്മുടെ മക്കൾക്ക് നൽകുന്നില്ല. നാളെ രക്ഷിതാക്കളെ അല്ലാഹു തആല പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോൾ അല്ലാഹു ആ രക്ഷിതാക്കളെ താജുൽ കറാമ വ ഹുല്ലത്തുൽ കറാമ, ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിക്കുമെന്ന് രക്ഷിതാക്കൾ അല്ലാഹു തആലാനോട് ചോദിക്കുക, പടച്ചോനെ എന്തിനാണ് ഇപ്പോൾ ഇത്ര വലിയ കിരീടവും വസ്ത്രവും എല്ലാം ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിന് വേണ്ടി, നിങ്ങളുടെ മക്കളെ നിങ്ങൾ നല്ല ജീവിത വീക്ഷണമുള്ള പൗരന്മാരാക്കി മാറ്റിയതിന് വേണ്ടി. നല്ല ജീവിതമാണ്, നല്ല കാഴ്ചപ്പാടുള്ള ജീവിതമാണ് ദുനിയാവിൽ അവർ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുള്ള സമ്മാനമാണ് ഈ താജുൽ കറാമത്തും വ ഹുല്ലത്തുൽ കറാമ, ഈ ആദരവിന്റെ കിരീടവും ഈ ആദരവിന്റെ വസ്ത്രവും. സഹോദരങ്ങളെ, ആ രക്ഷിതാക്കളായിട്ട് നമുക്ക് മാറാൻ സാധിക്കണം എന്നുള്ളതാണ്. ഇന്നമാ ജഅല ഫസാദകും, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, സന്താനങ്ങൾ നശിച്ചു പോകുന്ന അവരുടെ മാത്രം കുറ്റം കൊണ്ടല്ല, മറിച്ച് ബിഹിമാലി അബായിയും, അവരുടെ രക്ഷിതാക്കളുടെ അവഗണന കൊണ്ടാണ്. വതർക്കിഹിം തആലീമദ്ദീൻ, ദീനീ വിജ്ഞാനം മക്കൾക്ക് നൽകുന്നില്ല. ദീനിനെ സംബന്ധിച്ച്, ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുള്ളവരാക്കി അവരുടെ മക്കളെ അവർ മാറ്റുന്നില്ല. അതുകൊണ്ടാണ് അവരുടെ മക്കൾ വഴിപിഴച്ചു പോകുന്നതെന്ന് പ്രസിദ്ധനായ ഇസ്ലാമിക പണ്ഡിതൻ ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, ഈ വേനലവധി കാലത്ത് നമ്മുടെ മക്കളുടെ തർബിയത്തിന്റെ കാര്യത്തിൽ 6 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ജാഗ്രത പുലർത്തണം, ശ്രദ്ധിക്കണം. 1, നമ്മുടെ മക്കളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി അവരോട് ഇടപഴകുക എന്നുള്ളതാണ്. 2, പരുക്കൻ ശൈലികൾ ഒഴിവാക്കി സൗമ്യമായ ശൈലികൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. 3, രക്ഷിതാക്കളും അധ്യാപകരും മക്കളുടെ മുമ്പിൽ റോൾ മോഡലുകളാവുക എന്നുള്ളതാണ്. 4, മക്കൾക്ക് വേണ്ടി നിരന്തരമായി പ്രാർത്ഥിക്കുക, അവർക്കെതിരായിട്ടൊന്നും പ്രാർത്ഥിക്കാതിരിക്കുക എന്നുള്ളതാണ്. 5, ജനനാനന്തര ദീനീ ബാധ്യതകൾ നിറവേറ്റുക. മുൻഗണന കൊണ്ട് ഇത് 1ാമത്തെ കാര്യമാണ്. നമ്മൾ പറഞ്ഞു, ഹൽഖ് അഥവാ മുടി കളയുക, നല്ല പേരിടുക, അഖീഖ നിർവഹിക്കുക, ഇതെല്ലാം ജനനാനന്തര മര്യാദകളിൽ പെട്ടതാണ്. 6, സന്താനങ്ങൾക്ക് ഒരു ജീവിത വീക്ഷണവും ദീനീ ബോധവും ഉണ്ടാവാൻ ആവശ്യമായ കാര്യങ്ങൾ അവരെ പഠിപ്പിക്കുക. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് മക്കളുടെ കാര്യത്തിൽ, മക്കളുടെ തർബിയത്തിന്റെ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാക്കി അല്ലാഹു തആല നമ്മെ എല്ലാവരെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ. الحمد لله رب العالمين والصلاة والسلام على الرسول الأمين محمد وعلى آله وصحبه أجمعين. أيها الناس، أوصيكم وإياي ثانيا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. എല്ലാവരോടുമായി ഒരിക്കൽ കൂടി തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല തഖ്വയും ഈമാനുമുള്ളവരാക്കി നമ്മെ എല്ലാവരെയും മാറ്റുമാറാവട്ടെ. നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ നല്ലൊരു സമാധാന അന്തരീക്ഷം
അന്തരീക്ഷം നിലവിൽ വന്നിരിക്കുകയാണ്. യുദ്ധം താൽക്കാലികമായെങ്കിലും ഒരു വിരാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അല്ലാഹു തആല സമ്പൂർണ്ണമായ യുദ്ധവിരാമവും അതുപോലെ തന്നെ സമ്പൂർണ്ണമായ സമാധാനവും പശ്ചിമേഷ്യയിൽ മാത്രമല്ല ലോകത്തുടനീളം നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു കാര്യം പ്രത്യേകമായിട്ട് സൂചിപ്പിക്കാനുണ്ട്. നമ്മുടെ മസ്ജിദിന്റെ കീഴിൽ മനോഹരമായിട്ടൊരു മദ്രസ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ മദ്രസയുടെ പ്രവർത്തനം നോമ്പ് കാലത്തേക്ക്, കുറച്ചു കാലത്തേക്ക്, പെരുന്നാളിനോടനുബന്ധിച്ചുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നിർത്തിയിരുന്നു. ഇൻഷാ അല്ലാഹ് അത് വീണ്ടും നാളത്തെയോടുകൂടി പുനരാരംഭിക്കുകയാണ്. നാളെ ഏപ്രിൽ 11 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് നമ്മുടെ മക്കളുടെ വെക്കേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ ആളുകൾ അത് ഒരു വലിയ സംഭവമാണെന്ന് കരുതണ്ട. കുട്ടികൾക്ക് കളികളും തമാശകളും അതുപോലെ തന്നെ കുട്ടികൾക്ക് സാംസ്കാരിക പരിപാടികളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ദീനീ പഠന ക്ലാസ്സാണ് വെക്കേഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ രീതിയിൽ ഒരു വെക്കേഷൻ ക്ലാസ് നമ്മുടെ മസ്ജിദിനോടനുബന്ധിച്ചുള്ള മദ്രസയിൽ, ദാറുൽ ഉലൂം മദ്രസയിൽ നടക്കുന്നുണ്ട്. നാളെ അത് പുനരാരംഭിക്കുകയാണ്. നാളെ ശനിയാഴ്ച രാവിലെ 8 മണിക്ക് അത് ആരംഭിക്കുകയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മക്കളെയെല്ലാം സൗകര്യപ്പെടുന്നവരെല്ലാം അവരുടെ മക്കളെ നമ്മുടെ ഈ വെക്കേഷൻ ക്ലാസ്സിൽ കൊണ്ടുവന്ന് ചേർക്കണമെന്ന് പ്രത്യേകമായിട്ട് ഉണർത്തുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമ്മൾ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമ്മുടെ മുതിർന്നവർക്കുള്ള ഖുർആൻ ക്ലാസ്സിനെ സംബന്ധിച്ച് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. നമ്മുടെ മക്കളുടെ ഈ മദ്രസ നടക്കുന്ന അതേ സമയം തന്നെയാണ് നമ്മുടെ മുതിർന്നവരുടെ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ പ്രത്യേകം സൗകര്യം ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയും അതിൻ്റെ മുമ്പത്തെ ആഴ്ചയും ഒക്കെ നല്ല പങ്കാളിത്തവും ഉണ്ടായിരുന്നു. നമ്മൾ ജുമുഅയിൽ ഓർമ്മിപ്പിച്ചത് കൊണ്ടായിരുന്നു, നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഏതായാലും നമ്മുടെ മുതിർന്നവരുടെ ക്ലാസ്സും രാവിലെ 8 മണിക്ക്, ശനിയാഴ്ച രാവിലെ 8 മണിക്ക് അതുമുണ്ട്. അതിലും സജീവമായിട്ട് കഴിയുന്ന ആളുകൾ എന്നല്ല, എല്ലാ ആളുകളും കുറച്ച് റിസ്ക് എടുത്താണെങ്കിലും അതിൽ പങ്കെടുക്കണം. അതിൻ്റെതായിട്ടുള്ള ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് സഹോദരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ മദ്രസയിൽ നമ്മുടെ മക്കളെ ചേർക്കുന്നതിലും അതുപോലെ നമ്മുടെ ഖുർആൻ പഠനവേദിയുടെ ഭാഗമാവുന്നവരും നമ്മളെല്ലാവരും ഉൾപ്പെടേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ സംരംഭങ്ങളെയും വിജയിപ്പിക്കുമാറാവട്ടെ. ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ് മദ്രസയും അതുപോലെ തന്നെ ഖുർആൻ പഠനവേദിയും പ്രവർത്തിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉദ്യമങ്ങളെയും വിജയിപ്പിക്കുകയും മികത്തിലും പരത്തിലും അതിന് ഫലങ്ങൾ ഉണ്ടാക്കി തരികയും ചെയ്യുമാറാവട്ടെ. പടച്ചതമ്പുരാൻ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ്റെ പ്രീതിയിലും അവൻ്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയി നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി തരുമാറാവട്ടെ, വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ അർശിൻ്റെ രാജസിംഹാസനത്തിന്റെ നിഴൽ നേടിയെടുക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമാവുന്നവരിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കൊടുക്കുന്നവരിലും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, മക്കളോടൊപ്പം ശാശ്വതമായി സംഗമിക്കുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇറാനിലും ഫലസ്തീനിലും മാത്രമല്ല ലോകത്തുടനീളം അല്ലാഹു ശാന്തിയും സമാധാനവും നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പശ്ചിമേഷ്യ അല്ലാഹു തആല പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. സാമ്രാജ്യത്വത്തെയും സൈനിസത്തെയും അല്ലാഹു എന്നേക്കുമായിട്ട്, ഫാസിസത്തെയും അല്ലാഹു വർഗീയതയും അല്ലാഹു എന്നേക്കുമായി പരാജയപ്പെടുത്തുമാറാവട്ടെ. നല്ല ഒരു ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തും അല്ലാഹു തആല രൂപപ്പെടുത്താനുള്ള എല്ലാ സാഹചര്യവും അല്ലാഹു തആല ഒരുക്കി തരുമാറാവട്ടെ. നല്ല മതനിരപേക്ഷ നിലപാടുകളുള്ള, വികസന കാര്യങ്ങളിൽ നല്ല കാഴ്ചപ്പാടുകളുള്ള ഒരു ഗവൺമെന്റ് അതാരാണെങ്കിലും അങ്ങനെയുള്ള ഗവൺമെന്റ് വരാൻ, അങ്ങനെയുള്ള ഒരു ഭരണകൂടം വരാൻ നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യ സന്താനങ്ങളെ അല്ലാഹു കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു തആല സജ്ജനങ്ങളാക്കി മാറ്റുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജീവിത സാഹചര്യങ്ങളും അല്ലാഹു തആല ഒരുക്കി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ മുതിർന്ന പൗരന്മാർ അല്ലാഹു തആല ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അവർ അനുഗ്രഹിക്കുമാറാവട്ടെ. ദൗർഭാഗ്യകരമായ ത്വലാഖ് ഫസ്ഖുകളിൽ നിന്ന് അല്ലാഹു എല്ലാ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ അല്ലാഹു പരസ്പര സ്നേഹവും പരസ്പരമുള്ള ഇണക്കവും ശക്തിപ്പെടുത്തുമാറാവട്ടെ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ അനുസരിക്കുന്ന, സർവോപരി അല്ലാഹുവിനോട് തഖ്വ കൈകൊള്ളുന്ന ഈമാനുള്ള മക്കളാക്കി നമ്മുടെ മക്കളെയും ഈമാനും തഖ്വയുമുള്ളവരാക്കി അല്ലാഹു നമ്മെ ഓരോരുത്തരെയും പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമ്മുടെ കൃഷിയിൽ, നമ്മുടെ കച്ചവടത്തിൽ, ഉദ്യോഗ വരുമാന മാർഗ്ഗങ്ങളിൽ ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്നും, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, മാരകമായ രോഗങ്ങളിൽ നിന്നും, കടങ്ങളിൽ നിന്നും, സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും അല്ലാഹു തആല നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹ് പടച്ചവനെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ്. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കൂടാനക്കൂടി അടിമകളുടെ പടച്ചവനെ, ഞങ്ങൾക്ക് അല്ലാഹ് എന്ന് വിളിക്കാൻ
ഉടമസ്ഥനായി റബ്ബായി നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളെ നീ കേൾക്കണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നീ ഉത്തരം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ തിരസ്കരിക്കല്ല നാഥ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين امنوا ربنا انك انت رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.